എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ അതിനകത്തുനിന്ന് ഞാനായിട്ട് തന്നെ നിന്നത്. എനിക്ക് ദേഷ്യം വന്ന സമയത്ത് ഞാൻ ദേഷ്യം കാണിച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഭയങ്കരമായിട്ട് ഒരാളോട് ദേഷ്യം വന്നിട്ട് ഒറ്റയടിക്ക് പോയി കെട്ടിപ്പിടിച്ച് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് അങ്ങനെ ഉണ്ടാവട്ടെ അങ്ങനെയുള്ള ആൾക്കാർ. പക്ഷെ ഒരു മെജോറിറ്റിക്ക് അത് പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം മനുഷ്യന്മാരാണ്, നമുക്ക് ആദ്യം പോകുന്നത് വരെ നമുക്ക് ഒരു പേഴ്സണൽ സ്പേസ് വേണം. അത് കഴിഞ്ഞാൽ ശരിയാവും. പക്ഷെ അത് കിട്ടുന്നതിന് മുന്നേ വീണ്ടും അവരുമായിട്ട് ചങ്ങാത്തം കൂടുക, അല്ലെങ്കിൽ വീണ്ടും ഒരുമിച്ച് പോയിരിക്കുക എന്നെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ്. അപ്പൊ എനിക്ക് ടൈം കിട്ടിയാൽ ഓക്കെ ആവും. അപ്പൊ നമ്മൾ റിയൽ ലൈഫിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ പിന്നെ കാണുന്നില്ല. പക്ഷെ വീണ്ടും കാണുമ്പോഴേക്കും നമ്മളത് മറന്ന് ഓക്കെ ആയിരിക്കും. പക്ഷെ ഇതിനകത്ത് അതല്ല. നമ്മളിപ്പോ ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ പറയും നിങ്ങളൊരു ടീമാണ്, ഇപ്പൊ ടീം വർക്ക് ചെയ്യണം, ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ചെയ്യും. പക്ഷെ എന്നാലും അവിടെ ഹൈടാ സൂപ്പർ സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് പറ്റൂല അങ്ങനെ ചെയ്യാൻ. അപ്പൊ ഞാനത് പറയാറുണ്ട്, നിങ്ങൾ അങ്ങനെ എന്നെ വിചാരിക്കല്ലേ, എനിക്ക് ടൈം വേണം. പക്ഷെ ടാസ്ക് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ ടാസ്ക് ചെയ്യും. പക്ഷെ എനിക്ക് ടൈം എടുത്ത് ഹീലാവും, ഞാൻ ഓക്കെ ആവും. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പോയിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ വെക്കേണ്ടി വരും, വീണ്ടും ടാസ്ക് ചെയ്യേണ്ടി വരും എന്നൊക്കെയുള്ളത് പുതിയ അനുഭവമാണ്. അപ്പൊ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. പിന്നെ വൈൽഡ് കാർഡ് എൻട്രി വന്നപ്പോഴാണ് എന്നെ വേറൊരു രീതിയിൽ പോർട്രേ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഞാൻ എന്താണോ എന്നുള്ളതിന്റെ ഒരു ഓപ്പോസിറ്റ് വേർഷൻ ആണ് എൻ്റെ അടുത്ത് എല്ലാരും വന്ന് പറഞ്ഞത്. ഭയങ്കര വിഷമായി എനിക്ക്. അപ്പോൾ എല്ലാരും പറഞ്ഞു. അപ്പൊ പൂജ വന്ന് പറഞ്ഞു, എല്ലാരും വന്ന് പറഞ്ഞു, അഭി പറഞ്ഞു. അപ്പൊ ഞാൻ നിങ്ങളെല്ലാരും ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ഒരിക്കലും ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് ഞാൻ എന്റെ ഭാഗം ന്യായീകരിക്കാറില്ല. പക്ഷെ അന്ന് ഞാൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു. ഞാനവിടെ ഋഷിയോടെ സംസാരിച്ചിട്ടുള്ളൂ അതുവരെ. പിന്നെ റോക്കി ഉണ്ടായിരുന്നു. റോക്കി അന്ന് അർജുൻ ഞങ്ങളുടെ ടീമിലായിരുന്നു. അല്ലാതെ ഞാൻ വേറെ ആരുടെ സംസാരിച്ചില്ല. എല്ലാവർക്കും ഞാൻ ഹായ് ബൈ ബന്ധം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോ അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് പറഞ്ഞിട്ട് വേറെ ഒരാളെ പറ്റി പറഞ്ഞ് അടി ഉണ്ടായ ഒരു ഇൻസിഡന്റ് ഇല്ല എന്റെ പേരില്. ഈ പറയുന്ന പോലെ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരടിയെങ്കിലും ഉണ്ടാവണ്ടേ. അതിനൊരു സാധനം ഉണ്ടായിട്ടില്ല. അപ്പോ എനിക്ക് നിങ്ങളെല്ലാരും വന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമായി. അപ്പൊ ഞാൻ ഋഷിയോട് പറഞ്ഞു, അവിടെ ഞാൻ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് വേറെ രീതിയിൽ പോയിരിക്കണം, എനിക്ക് ഇനി നിൽക്കേണ്ട അവിടെ. അന്ന് മുതലാണ് ഞാൻ പറയാൻ തുടങ്ങിയത് എനിക്ക് പോകണമെന്ന്. ബിക്കോസ് ഞാനായാലും ആദ്യം വന്ന് പറഞ്ഞായിരുന്നു ട്രസ്റ്റ് ചെയ്യാൻ അനുസരിച്ച് പറ്റൂല എന്നുള്ള ഇതിൽ പറഞ്ഞു. കാരണം ആ ഒരു ഇപ്പൊ ഞാൻ കയറുന്ന 28 ഡേ എന്താണ്, അപ്പൊ ആ ഒരു സമയം വരെ അല്ലെങ്കിൽ ഞാൻ കയറുന്ന വരെയുള്ള ഒരു മൂഡ് എന്ന് പറയുമ്പോൾ കട്ടിയുള്ള റാണി എന്നുള്ള ഒരു പേരും കാര്യങ്ങളും ഇല്ലേ, പുറത്തൊക്കെ കട്ടിൽ റാണി എന്നുള്ള പേര് വരുന്നു. കൂടുതലും ബെഡിലാണ് സമയം ചെലവഴിക്കുന്നത്, പുറത്തേക്ക് ഇറങ്ങുന്നില്ല എന്ന പേര് വരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടറിൽ അൻസിബനെ പോർട്രേ ചെയ്യപ്പെട്ടു എന്നുള്ളത് അങ്ങനെ തോന്നിയോ, അല്ലെങ്കിൽ അതിൽ വിഷമം തോന്നിയോ? ഭയങ്കര വിഷമം തോന്നി. അതുകൊണ്ടാണല്ലോ ഞാൻ അതിനകത്തുനിന്ന് ഇനി എനിക്ക് പോകണം. കാരണം വേറെ രീതിയിലേക്ക് ഇത് പോകും എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഒരു വിഷമം. ഒന്നാമതേ ഞാൻ അങ്ങനെ ഫാൻസ് എന്നുള്ള ഒരു സ്റ്റാർ ഒന്നും അല്ല, അല്ലെങ്കിൽ ഞാൻ സ്വയം ഒരു സ്റ്റാർ ആയിട്ട് പോലും കണക്കാക്കുന്നില്ല. ഞാൻ ചെയ്ത സിനിമ വലിയ സിനിമയാണ്. അതിന്റെ ബാക്കിൽ ഉണ്ടായിരുന്നവരും അല്ലെങ്കിൽ എന്റെ കൂടെ അഭിനയിച്ചവരും ഏറ്റവും സുപ്രീമിൽ നിൽക്കുന്ന ആക്ടേഴ്സും ഡയറക്ടറും അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ടുള്ള ഒരു ഇതാണ്. അല്ലാതെ അൻസിബ ദൃശ്യമല്ലാതെ വേറെ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് എത്രയോ പേര് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എത്രയോ പേര് എന്നെ അറിയാവുന്നവരടുത്ത് ചോദിച്ചിട്ടുണ്ട്.